ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ കോഡീസ് വിത്ത് തനു. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് JS എങ്ങനെയാണ് ഫംഗ്ഷൻ എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലേ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ECMA സ്ക്രിപ്റ്റ് 2015, അതായത് EX6 ഇൻട്രൊഡ്യൂസ് ചെയ്ത JSന്റെ ഒരു ഫീച്ചർ ആരോ ഫംഗ്ഷൻ ആണ്. അപ്പം ആരോ ഫംഗ്ഷൻ ഞാനൊരു ഇൻട്രൊഡക്ഷൻ തരാം. നമ്മുടെ കോഡിന്റെ നമ്പർ ഓഫ് ലൈൻസ് അപ്പൊ നമ്പർ ഓഫ് ലൈൻസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ്, കോഡ് കുറച്ചും കൂടെ റീഡബിലിറ്റി ഇൻക്രീസ് ആവും അല്ലെ. പെട്ടെന്ന് പുതിയ ഒരാൾ വന്നാലും നമ്മുടെ കോഡ് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ബഗ് ഫിക്സിന്റെ സമയത്താണെങ്കിലും നമുക്ക് ട്രാക്ക് ചെയ്യാനും ഇപ്പൊ ഒരു 10 ലൈനുള്ള കോഡും ഒരു 3 ലൈനുള്ള കോഡിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ ഈസി ആയതായിരിക്കും 3 ലൈനിലുള്ള കോഡായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു കൺസൈസ് ആയിട്ടുള്ള എക്സ്പ്രസീവ് ആയിട്ടുള്ള സിന്റാക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താ ആരോ ഫംഗ്ഷൻ എന്ന് സിന്റാക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഞാൻ ആദ്യം ഒരു ഫംഗ്ഷൻ എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സെയിം അഡീഷൻ ഫംഗ്ഷന്റെ എക്സ്പ്രഷൻ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫംഗ്ഷൻ നെയിം ഒന്നും ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു അനോണിമസ് ഫംഗ്ഷൻ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ A+B റിട്ടേൺ ചെയ്യുന്നു. A+B ആഡ് ചെയ്ത് അതിന്റെ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. ഫംഗ്ഷന്റെ പുറത്ത് നമുക്ക് ഇതിനെ കോൾ ചെയ്യാം. 7,8 എന്നാണ് അതിന്റെ വാല്യൂ ഞാൻ പാസ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് അതിന്റെ റിസൾട്ട് 15 വന്നിരിക്കുന്നത് കാണാം അല്ലെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫംഗ്ഷൻ എക്സ്പ്രഷനെ ആരോ ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. എഗെയിൻ നമ്മൾ ഫംഗ്ഷൻ എക്സ്പ്രഷൻ പോലെ തന്നെ ആദ്യം വേരിയബിളിലേക്കാണ് അസൈൻ ചെയ്യുന്നത്. വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു സം എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് പരാന്തസിസ് മാത്രം സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആരോ ഫംഗ്ഷന്റെ ഒന്നാമത്തെ പ്രത്യേകത, ഇത് മാക്സിമം കീവേഡ്സ് കുറയ്ക്കും. കാരണം നമ്മളൊരു ഫംഗ്ഷൻ എക്സ്പ്രഷൻ ആണല്ലോ എഴുതുന്നത്. അപ്പൊ എക്സ്പ്രഷനിൽ നമ്മളുടെ ഒരു അസൈൻമെന്റും നടക്കുന്നത്. അപ്പൊ മാക്സിമം കീവേഡ് കുറയ്ക്കും. ഈ കീവേഡ്സ് റെഡ്യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് പാഴ്സറിന് പാഴ്സ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിനകത്ത് എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അത് പാസ് ചെയ്ത് കൊടുക്കാം. ആർഗ്യുമെന്റ്സ് സ്പെസിഫൈ ചെയ്യുക. എഗെയിൻ ഇത് ആരോ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇതിന്റെ ബേസിക് സിന്റാക്സ് ഈ ആരോ തന്നെയാണ്. എന്നിട്ട് ഫംഗ്ഷൻ ബോഡി നമ്മൾ ബ്രേസസിന്റെ ഉള്ളിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. സെയിം ഫംഗ്ഷൻ തന്നെ ഞാൻ റിട്ടേൺ A+Bനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. ഫംഗ്ഷന് പുറത്ത് ഞാൻ ഈ സം ഫംഗ്ഷനെയും സാധാരണ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന പോലെ തന്നെ നെയിം വെച്ചിട്ടാണ് കോൾ ചെയ്യുന്നത്. 2 പാരാമീറ്റർ പാസ് ചെയ്ത് കൊടുത്ത് കോൾ ചെയ്യുവാണ്. അതാ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് റിസൾട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് 2-3 ഫീച്ചർ, അപ്പൊ ആരോ ഫംഗ്ഷൻ ക്ലിയർ ആയില്ലേ. ബേസിക് സിന്റാക്സ് എന്ന് പറയുന്നത് പരാന്തസിസ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക, അതിൻ്റെ ഉള്ളിൽ ആർഗ്യുമെന്റ്സ് കൊടുക്കുക, ആരോ ഇട്ട് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് കേർലി ബ്രേസസിന്റെ ഉള്ളിൽ ഫംഗ്ഷൻ ബോഡി സാധാരണ പോലെ തന്നെ ഡിഫൈൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ ടൈപ്പ് ചെയ്ത് തന്നെ കോഡ് നോക്കണം കേട്ടോ. എവിടെയും പോയി കോപ്പി പേസ്റ്റ് ചെയ്യരുത്. ടൈപ്പ് ചെയ്താലേ സിന്റാക്സ് നിങ്ങൾക്ക് തറവാവുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ അത് പതിയുള്ളൂ ശരിക്കും. ഓക്കെ, 2-3 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഇത് സിന്റാക്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. ട്രൈ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ആരോ ഫംഗ്ഷന് 2-3 ഫീച്ചേഴ്സ് നോക്കാം. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ബോഡിയിൽ ഒരു സിംഗിൾ ലൈൻ മാത്രമേ നമുക്ക് ഉള്ളൂ. സിംഗിൾ ലൈൻ മാത്രമുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് കേർലി ബ്രേസസ് ഒമിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് റിട്ടേൺ കീവേഡും ഒമിറ്റ് ചെയ്യാം. അതായത് ഇവിടെ ഡയറക്റ്റ് A+B എന്ന് മാത്രം കൊടുത്താൽ മതി. റിട്ടേൺ കീവേഡിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബ്രേസസിന്റെ ആവശ്യമില്ല. ഏത് സിംഗിൾ ലൈൻ ആണെങ്കിൽ മാത്രം കേട്ടോ. മൾട്ടി ലൈൻ ആണെങ്കിൽ ഈ എന്തായാലും നമ്മൾ റിട്ടേൺ കീവേഡും ബ്രേസസും സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഇങ്ങോട്ട് വന്ന് റൺ ചെയ്തിട്ടുണ്ടെങ്കിലും ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ഔട്ട്പുട്ട് കിട്ടിയില്ലേ. ഇനി രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് നമുക്കൊരു സിംഗിൾ ആർഗ്യുമെന്റ് മാത്രമേ ഉള്ളൂ. ഇതുപോലെ 2 ആർഗ്യുമെന്റ് ഇല്ല, ഒരൊറ്റ ആർഗ്യുമെന്റ് ഉള്ളെങ്കിൽ എന്ത് ചെയ്താൽ മതി, പരാന്തസിന്റെ ബ്രാക്കറ്റ് ഇല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആർഗ്യുമെന്റ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ സിംഗിൾ ആർഗ്യുമെന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ബീനെ റിമൂവ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് വാല്യൂ കൊടുത്തത് കേട്ടോ. ഇവിടെ വന്ന് റൺ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ മനസ്സിലായല്ലേ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, മാക്സിമം കീവേഡ്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോഡ് എക്സ്പ്രസീവായി കൺസൈസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതെന്ന്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്